മോനെ, ഇവിടൊക്കെ വലിയ പ്രശ്നങ്ങളാ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഇവിടെ നിന്ന് ഒഴിയേണ്ടി വരും. ജനിച്ച നാട്ടിൽ കിടന്ന് മരിക്കാനുള്ള യോഗം പോലും ഇല്ലെന്നാ തോന്നുന്നത്. ഇത്രയും ചാനലുകളൊക്കെ വന്നിട്ടും ഒരു വ്യത്യാസവും ഇല്ലേ? സർക്കാരൊന്നും ഇടപെടുന്നൊന്നുമില്ലേ അമ്മേ? സർക്കാർ ഏത് മാറി മാറി വന്നാലും നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാ മോനെ. എത്ര വർഷങ്ങളായിട്ടാ അമ്മ നമ്മൾ സമരം നടത്തുന്നേ, എന്നിട്ടും ഇതുവരെ ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞാല് ഇനിയിപ്പോ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? പ്രാർത്ഥിക്കാം. മോനേതായാലും സമാധാനത്തോടെ ഇരിക്കാം. നമുക്ക് നോക്കാം. സർക്കാരിന് വലിയ അടിയായി. ഇപ്പൊ ഈ ശബരിമല സ്ത്രീകളെ കയറ്റിയ വിഷയത്തിൽ തന്നെ ഇതിനെ അനുകൂലിക്കുന്ന സ്ത്രീകളുണ്ട്, ഇതിനെ എതിർക്കുന്ന സ്ത്രീകളുണ്ട്. ഇപ്പം അടുത്തൊരു ഇലക്ഷൻ നടക്കുമ്പോ ഈ സ്ത്രീകളുടെ വോട്ട് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല? സ്ത്രീകളെ സപ്പോർട്ടിനെ കുറിച്ച് നീ പറയണ്ട. ഇപ്പൊ വനിതാ മതിൽ എത്ര ദിവസമായി അതിലും ബന്ധമൊക്കെ. എടാ, ഇതിനെ കുറിച്ച് പറയാനൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഇതിനേക്കാൾ വലിയ പ്രസക്തിയുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചു കാലം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നാട് നശിച്ച് ഇല്ലാതാക്കും. ഇരിക്കുന്നുണ്ടോ ഒരുത്തൻ? അവനെന്നും വിളിച്ച് അവന്റെ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുക നാട് നശിക്കുന്നതിനെ കുറിച്ച്. നിങ്ങൾക്ക് അതിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചുമ്മാ അവന്റെ മതിലും ബന്ധമൊക്കെ. നീ ആ ആലപ്പാടിന്റെ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് തരും. ഇപ്പൊ ശരി. കുറെ യൂത്തന്മാർ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കുറെ ഫോണും കുത്തിപ്പിടിച്ച് രോഷവും കാണിച്ച് നടക്കും. എടാ മക്കളെ, നിന്നെ കൊണ്ടൊന്നും ഒന്നും നടക്കത്തില്ല. അപ്പൊ എന്താ ചെയ്യണ്ട? ഫോണും കുത്തിപ്പിടിച്ച് ഏതെങ്കിലും മൂലയ്ക്ക് അങ്ങ് ഇരിക്കണം. മനസ്സിലായോ? ചേട്ടാ അങ്ങനെ പറയരുത്. ഞങ്ങൾ കുറച്ചു പേര് ഫോണിൽ കുത്തിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ മഹാപ്രളയം വന്നപ്പോ കുറെ പേരെയൊക്കെ രക്ഷിക്കാൻ പറ്റിയത്. അതുകൊണ്ട് ചേട്ടൻ ഞങ്ങളെ മാത്രം കുറ്റം പറയരുത്. ഞങ്ങളും കുറെ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അതുകൂടെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ആലപ്പാട് 5 കാലം ചാനൽ വന്നതും സമരം ജനകീയ സമരമായി മാറിയതും ഒക്കെ കുറച്ചുപേര് ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നോണ്ട് തന്നെ ചേട്ടാ. ഓ, നീയൊക്കെ ഫോണിൽ കുത്തിപ്പിടിച്ചോണ്ടിരുന്നു. എന്നിട്ട് എന്ത് പറ്റി? സമരമൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ കനനവും അതേപോലെ നടക്കുന്നു. ഇനി ഞങ്ങൾ കാണിച്ചു തരാം എന്താ ചെയ്യാൻ പറ്റുന്നത്. വാടാ മക്കളെ. കേരളം നേരിട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായ പ്രളയ സമയത്ത് ജനങ്ങളുടെ കണ്ണീരൊപ്പാനും രക്ഷയ്ക്കുമായും പ്രവർത്തിച്ച മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ 60 വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഖനനം ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു ഗ്രാമത്തിൻ്റെ നാശത്തിലാണ്. ഇതിന് നമുക്ക് വേണ്ടത് സമരമുന്നണികളെയല്ല, എന്നേക്കുമായ നിർത്തലാക്കലാണ്. അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ചു കൈകോർക്കാം. സേവ് ആലപ്പാട്, സ്റ്റോപ്പ് മൈനിങ്. Save Alapad, stop mining. Save Alapad, stop mining. Save Alapad, Stop mining. Save Alapad, stop mining. Save Alapad and stop mining. Save Alapad, stop mining. Save Alapad, stop mining. Alapad बचायो, निकासी करो बंद तय, तच फान उठनो. Save Alapad and stop mining. Save Alapad, stop mining. Save Alapad, stop mining. Save Alapad, Stop mining. മണൽ സുരംഗത്തെ നിർത്തുவோம். ആലപ്പാട്ടെ കാപ്പാറ്റുவோம். Save Alapad, Stop mining. Save Alapad, Stop mining. Save Alapad, stop mining.